ഹലോ എല്ലാവർക്കും നമസ്കാരം. ഇന്നിപ്പോൾ ഞങ്ങളിവിടെ എത്തി നിൽക്കുന്നത് നമ്മുടെ തൃശ്ശൂർ പൂരത്തിൻ്റെ ഭാഗമായി നടക്കുന്ന എക്സിബിഷൻ കാണാനായിട്ടാണ്. അപ്പോൾ സ്കൂൾ വെക്കേഷൻ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ തിരക്കുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളത് നേരെ കയറി പോവാണ് കേട്ടോ. ഫസ്റ്റിലെ ഷോപ്പ് നമ്മുടെ ബെഡ്ഷീറ്റുകൾ, അതേപോലെ തന്നെ തലയാണി കവർ, അതേപോലെ തന്നെ ചവിട്ടി, സോഫയുടെ കവർ, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ടല്ലോ. അങ്ങനത്തെ ഇതായിട്ടാണ് കേട്ടോ. നമ്മൾ മൊത്തം രാജസ്ഥാനി മെറ്റീരിയലാണ് കേട്ടോ കാണുന്നത്. മുഴുവൻ നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. നമ്മുടെ ഈ തൃശ്ശൂർ പൂരത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഈ എക്സിബിഷനിൽ ശരിക്കും പറഞ്ഞാൽ വന്നില്ല എന്ന് പറഞ്ഞാൽ മിസ് ചെയ്തു എന്ന് തന്നെ പറയാം കേട്ടോ. അത്ര ഇതാട്ടോ. കളക്ഷൻസ് ആണെങ്കിലും ഓരോന്ന് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. വില ഒരുപാടൊന്നുമില്ല, നമ്മുടെ കടയിലെ അതേ വില തന്നെയാണ് കേട്ടോ. അത്യാവശ്യം അതിനേക്കാളും കുറച്ച് കുറവല്ലാതെ കൂടുതലൊന്നുമില്ല കേട്ടോ. നല്ല നല്ല തുണികളും തന്നെയാണ് കേട്ടോ. ഇവിടെ എന്ന് വെച്ചാൽ വരിയായിട്ടുണ്ട് ചെറിയ ഷോപ്പുകൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ എക്സിബിഷൻ്റെ ഭാഗമായിട്ട്. അപ്പോൾ അടുത്തത് അത് ഫാൻസി ഐറ്റംസ്, കുട്ടികളുടെ ഐറ്റംസൊക്കെ ഉണ്ട്. നമുക്ക് കളിപ്പാട്ടങ്ങൾ അങ്ങനെ കുറേ ആണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇവിടെ കുഞ്ഞു കുട്ടികളുണ്ടെങ്കിൽ ഉറപ്പായിട്ട് അവരെന്തെങ്കിലും ഇതൊന്നും എടുത്തിട്ട് ഇവിടെ നിന്ന് പോകും കേട്ടോ. അത്രയും നല്ല കളക്ഷനാണ് കേട്ടോ. നമ്മുടെ വീട്ടിലേക്ക് എന്തൊരു സാധനം വേണോ അത് നമുക്ക് ഇവിടെ കിട്ടുന്ന പോലെ അത്രയും കളക്ഷനാണ് കേട്ടോ. ഇവിടെ ഓരോന്നിനും നമുക്ക് കുട്ടികൾക്കുള്ള സെക്ഷൻ, അങ്ങനെ അതേപോലെ തന്നെ വലിയവർക്കുള്ള ഒരു സെക്ഷൻ, അങ്ങനെ പല രീതിയിലെല്ലാം ഉണ്ട് കേട്ടോ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അടുത്തത് നമ്മുടെ കട്ടിൽ, അതേപോലെ തന്നെ സെറ്റി, സോഫ, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട് കേട്ടോ. കട്ടിലിൽ പറയാനായിട്ട് ഷെൽഫൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ള കട്ടിലാണ് കേട്ടോ. അലമാരയൊക്കെ നല്ല അടിപൊളിയാണ്. നമ്മൾ ചുമരിനോടൊപ്പം തന്നെ ചേർത്ത് വയ്ക്കാവുന്ന രീതിയിലുള്ള അലമാരയാണ് കേട്ടോ. നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. നമ്മൾ കിടന്നിട്ട് തന്നെ നമുക്ക് ഷെൽഫ് തുറക്കാവുന്ന രീതിയിലാണ് കേട്ടോ കട്ടിലൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ. നല്ല രസമുണ്ട് കാണാനായിട്ട്. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് മെല്ലെ നടന്നു കേട്ടോ. അടുത്തതിൽ പറയാൻ രാജസ്ഥാൻ ഹാൻഡ്ലൂം ബെഡ്ഷീറ്റുകളാണ് കേട്ടോ. പിന്നെ പറയുകയാണെങ്കിൽ ഇത് ഫുള്ള് വന്നിട്ട് നമ്മുടെ അടുക്കളയ്ക്ക് ആവശ്യമായിട്ടുള്ള എന്തൊരു സാധനമാണ്, പ്ലാസ്റ്റിക് സാധനങ്ങളാണ് കേട്ടോ. ഫുള്ള് നമ്മുടെ കപ്പ് മുതൽ തവി, അതേപോലെ തന്നെ എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ ഇവിടെ. അതൊക്കെ കുറഞ്ഞ വിലയിലുള്ളതാണ്. 30 രൂപ 40 രൂപ റേഞ്ചിലുള്ളത് മുതൽ എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ. നമ്മൾ ബോട്ടിലുകൾ, പിന്നെ അടുത്തതിൽ ക്യാപ്പ്, കുട്ടികൾക്കും വലിയവർക്കും എല്ലാവർക്കും പറ്റുന്ന ക്യാപ്പ് ഉണ്ട്. പിന്നെ ഗ്ലാസ്സുകൾ, അതേപോലെ തന്നെ കുട്ടികളുടെ വാച്ചിൻ്റെ കളക്ഷനൊക്കെ ഉണ്ട് കേട്ടോ. അതിൽ എല്ലാ ഐറ്റംസും അടിപൊളിയാണ് കേട്ടോ. ഞാൻ അടുത്ത ഷോപ്പിൽ പോയപ്പോഴാണ് ഒന്ന് ഞെട്ടിപ്പോയത് കേട്ടോ. മുളയുടെ സാധനങ്ങൾ കൊണ്ടാണ് ഓരോന്നും ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അത് വിൽക്കാനായിട്ടാണെങ്കിലും എന്ത് രസമായിട്ടാണല്ലോ ആ ഓടക്കോയിൽ വായിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ കേട്ട് നിന്ന് പോകും കേട്ടോ. അത്ര രസമായിട്ടാണ് ആ ചേട്ടൻ വായിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞങ്ങളത് കേട്ട് കഴിഞ്ഞാൽ എല്ലാം നടന്നു നീങ്ങാണ് കേട്ടോ. അടുത്തത് നമ്മുടെ ഗുജറാത്തി ഐറ്റംസ് മിക്സ്ചറുകളാണ് കേട്ടോ. കുറേ സംഭവങ്ങളുണ്ട് അതിൽ. വീട്ടിൽ തന്നെ ചെയ്തതാണ്, ഹോം മെയ്ഡ് ഐറ്റംസ് ആണ് കേട്ടോ. മിക്സ്ചർ, അതേപോലെ തന്നെ നമ്മുടെ അതിൽ പറയണമെങ്കിൽ മിക്സ്ചർ, പൊക്കോട, അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ. അപ്പോൾ എനിക്ക് കുറച്ച് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊരു നമ്മുടെ മസാലയുടെ ഒരു ടേസ്റ്റാണ് കേട്ടോ. അതിന് ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഞങ്ങളതൊക്കെ നോക്കി മെല്ലെ നടക്കുകയാണ്. പിന്നെ പ്രത്യേകിച്ച് പറയണു, നമ്മൾ തൃശ്ശൂരിലേക്ക് വരുന്നവരെന്താണെങ്കിലും നമ്മുടെ ഈ എക്സിബിഷൻ കണ്ടിട്ട് പോകാം. നല്ല ഇതുണ്ട് കേട്ടോ. നമുക്ക് വില കുറവിൻ്റെ മുതൽ നമുക്ക് എല്ലാ സാധനങ്ങളും കിട്ടും കേട്ടോ. ഈ സംഭവങ്ങളൊക്കെ പറയണമെങ്കിൽ 30 രൂപയുടെ ഐറ്റംസ് ഇതിന് റൈറ്റ് സൈഡിലേക്കായിട്ട് 30 രൂപ, ഏതെടുത്താലും 30 എന്ന് വെച്ചിട്ട് കുറേ സെക്ഷനിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് വീട്ടിലേക്ക് വേണ്ട സാധനങ്ങളൊക്കെ ഏതെടുത്താലും 30 എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ വെച്ചിരിക്കുന്നത്. ഈ ഡപ്പ, അതേപോലെ തന്നെ തവികളൊക്കെ 30 രൂപയുണ്ട്. നമുക്ക് സാധാരണക്കാർക്ക് വേണ്ട ആ റേഞ്ചിലുള്ളതും ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. നല്ല നമുക്ക് പൊടികളൊക്കെ ആക്കി വയ്ക്കാൻ പറ്റിയ ഡപ്പകളൊക്കെ ഇഷ്ടം പോലെയുണ്ട്. നല്ല സാധനങ്ങളാട്ടോ. ചെറുത് മുതൽ വലുത് എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ.
അടുത്ത ഷോപ്പ് പറയാൻ നമ്മുടെ വീട്ടിൽ പല്ലി പാറ്റ അതൊക്കെ വരില്ലേ, അതിനെയൊക്കെ ഓടിപ്പിക്കാനുള്ള മരുന്നുണ്ട് എന്നാണ് പറഞ്ഞിട്ട് ഇവർ. പിന്നെ അതേപോലെ തന്നെ തുണിയുടെ കറയൊക്കെ ഉണ്ടെങ്കിൽ പോകാനായിട്ടുള്ള മരുന്നുകൾ അതൊക്കെ ഇവിടെ ഉണ്ട്. എലിനെ ഓടിപ്പിക്കാനുള്ളതുണ്ട്, അതിനൊക്കെയുള്ള മരുന്ന് ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് പറഞ്ഞത് കേട്ടോ. ഇത് വന്നിട്ട് നമ്മുടെ ഓട്ടയൊക്കെ അടയ്ക്കാൻ പ്ലാസ്റ്റിക് ബക്കറ്റുകളൊക്കെ ഉണ്ടാവില്ല, അതിൻ്റെയൊക്കെ ഓട്ട അടയ്ക്കാൻ ടാപ്പൊക്കെ അടയ്ക്കാനായിട്ടുള്ള ഒരു സാധനമുണ്ട്. 2 എണ്ണം 50 രൂപ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ തൃശ്ശൂർ എക്സിബിഷൻ്റെ ഈ ഒരു കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. അപ്പോൾ ഇതിൻ്റെ ബാക്കിയുള്ള വീഡിയോയുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം കേട്ടോ.